ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജെക്ക് ആ പുതിയ വാടക വീട് കാണാനായി വന്നിരിക്കുകയാണ്. പാപ്പച്ചനാണെങ്കിൽ താക്കോല് വാങ്ങാനായി അമ്പാട്ടിലേക്ക് പോയ സമയത്ത് ജെക്ക് വീടിന്റെ പുറത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പാപ്പച്ചൻ താക്കോലുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. താൻ പോയിട്ട് കുറെ നേരമായല്ലോ, ഇവിടെ അടുത്താണ് താക്കോല് വാങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് എന്താണ് ഇത്ര നേരമെന്നൊക്കെ ചോദിക്കുകയാണ്. പാപ്പച്ചനപ്പൊ പറയുന്നുണ്ട്, തൊട്ടപ്പുറത്ത് തന്നെയാണ് സാറേ വീട്, താക്കോല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജെക്കയുടെ കയ്യില് ആ വീടിന്റെ താക്കോല് കൊടുക്കുകയാണ്. ജെക്കെ അപ്പൊ ചോദിക്കുന്നുണ്ട്, താൻ ചോദിക്കുമ്പോഴേക്കും അവര് താക്കോൽ എടുത്തു തന്നോ എന്ന് ചോദിക്കുമ്പോ പാപ്പച്ചൻ പറയുന്നുണ്ട്, പാപ്പച്ചനെ ഇവിടെ ആർക്കും അങ്ങനെ അറിയില്ലായിരിക്കും, പക്ഷെ എനിക്കെല്ലാവരെയും അറിയാം. സാറിന് ഈ വീടും പരിസരവും എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോ ജെക്കെ പറയുന്നുണ്ട്, ആ കുഴപ്പമില്ലെന്ന്. അല്ല, താൻ താക്കോല് വാങ്ങാൻ പോയപ്പോൾ ഈ വീട് വാടകയ്ക്ക് എടുക്കുന്നത് ആരാണെന്നാണ് താൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ പാപ്പച്ചൻ പറയുന്നുണ്ട്, സുമേഷ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സാർ ഒരു സാഹിത്യകാരനാണെന്ന് ആരും അറിയരുതെന്ന്, അതുകൊണ്ട് ഞാൻ വലിയൊരു ബിസിനസ് മാൻ ആണെന്നാണ് പറഞ്ഞതെന്ന് പാപ്പച്ചൻ അങ്ങനെ ജെക്കയോട് പറയാണ്. അങ്ങനെ ജെക്കയും പാപ്പച്ചനും കൂടി വീട് തുറന്ന് അകത്തെല്ലാം നോക്കുകയാണ്. പാപ്പച്ചനാണെങ്കിൽ റൂമുകളും ഡൈനിങ് ഹാളും എല്ലാം തന്നെ ഓരോന്നായി വിശദമായി തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സാറിനെ അടുക്കള കാണണ്ടേ എന്ന് പാപ്പച്ചൻ ചോദിക്കുമ്പോ ജെക്കെ പറയുന്നുണ്ട്, ഇട്ടമില്ലാത്ത എനിക്ക് എന്തിനാടോ അടുക്കള എന്ന് ചോദിക്കുമ്പോ പാപ്പച്ചൻ ചോദിക്കുന്നുണ്ട്, സാറപ്പ കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന്. ജെക്കെ അപ്പൊ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചോ ഇല്ലേന്ന് താൻ എന്തിനാണ് അറിയുന്നത്, എനിക്ക് ഈ നാട്ടിൽ കല്യാണം ആലോചിക്കാനാണോ എന്ന് ചോദിക്കുമ്പോ പാപ്പച്ചൻ പറയുന്നുണ്ട്, ആവശ്യം വന്നാൽ അതും പാപ്പച്ചൻ കൈകാര്യം ചെയ്യും സാറേ എന്നങ്ങനെ പാപ്പച്ചൻ പറയുമ്പോ ജെക്കെ ചോദിക്കുന്നുണ്ട്, താൻ കല്യാണം കഴിച്ചതാണെന്നോ. പാപ്പച്ചനപ്പൊ പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല സാറേ, നല്ല പ്രായത്തിൽ എനിക്ക് പെണ്ണ് കിട്ടിയില്ല സാറേ എന്ന് പറയുമ്പോ ജെക്കെ പറയുന്നുണ്ട്, നല്ല പ്രായത്തിൽ തനിക്ക് പെണ്ണ് കിട്ടിയില്ല എന്നിട്ടാണോ താൻ എന്നെ കെട്ടിക്കാൻ നടക്കുന്നത്, ഇതൊക്കെ പോട്ടെ, ഇതിന്റെ മേലത്തെ റൂമുകളും ഇതിന്റെ കൂടെ തന്നെ ഉള്ളതാണോ അതോ സെപ്പറേറ്റ് വാടകയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോ പാപ്പച്ചൻ പറയുന്നുണ്ട്, സെപ്പറേറ്റ് ഒന്നുമില്ല, പക്ഷെ വേണമെങ്കിൽ മുകളിലും ഒരു വാടകക്കാർക്ക് താമസിക്കാമെന്ന് പറയുമ്പോ ജെക്കെ പറയുന്നുണ്ട്, അങ്ങനെ മേലൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ശല്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ ഇവിടെ കഴിയുമെന്ന് ജെക്കെ അങ്ങനെ ചോദിക്കുമ്പോ പാപ്പച്ചൻ പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ശല്യമില്ലാത്ത ഒരാളെ, ഒരു പഞ്ചപാവത്തെ നമുക്ക് മേലെ താമസിപ്പിക്കാം സാറേ എന്ന് പറയുമ്പോ ജെക്കെ പറയുന്നുണ്ട്, ഏയ് അതൊന്നും ശരിയാവില്ല എന്നങ്ങനെ പറയാണ്. പാപ്പച്ചനപ്പൊ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഈ വീട് മുഴുവനായിട്ട് സാർ അങ്ങോട്ട് വാടകയ്ക്ക് എടുത്തോളൂ, പ്രശ്നം തീർന്നില്ലേ, അവർക്ക് കൃത്യമായി സാറ് വാടക പൈസ കൊടുത്താൽ മതിയല്ലോ, അവർക്ക് അത്രയല്ലേ ഉള്ളൂ, സാറിന് എന്തായാലും ഈ വീടെല്ലാം ഇഷ്ടമായോ എന്ന് പാപ്പച്ചൻ അങ്ങനെ ചോദിക്കുമ്പോ ജെക്കെ പറയുന്നുണ്ട്, മുകളിലത്തെ സൗകര്യങ്ങൾ കൂടി കണ്ടിട്ട് ഞാൻ ഈ വീട് ഇഷ്ടമായോ ഇല്ലേ എന്ന് പറയാമെന്ന് പറഞ്ഞ് ജെക്കെയും പാപ്പച്ചനും കൂടി മുകളിലെ റൂമുകളെല്ലാം നോക്കാനായി പോവുകയാണ്. പിന്നീട് തലവേദന ആയതുകൊണ്ട് അർച്ചനയാണെങ്കിൽ നേരത്തെ തന്നെ വീട്ടിലേക്ക് വരികയാണ്. രമ്യയും മഞ്ജുവും അർച്ചനയെ കണ്ടിട്ട് ചേച്ചി എന്താണ് ഇത്ര നേരത്തെ വരുന്നതെന്ന് പരസ്പരം ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ രമ്യയോട് പറയുന്നുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലാതെ ചേച്ചി ഇത്ര നേരത്തെ വരില്ലെന്ന് പറയാണ്. പിന്നീട് രമ്യ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ചേച്ചി, എന്താണ് നേരത്തെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തോ ഓഫീസിലിരുന്നപ്പോൾ നല്ല തലവേദന, അവിടെ ഇരുന്നാൽ തലവേദന കൂടുകയുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അർച്ചന പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, അയ്യോ തലവേദനയാണോ ചേച്ചിക്ക്, ഹോസ്പിറ്റലിലേക്ക് പോവണോ, ചേച്ചി ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞ് രമ്യയോട് വേഗം തന്നെ മഞ്ജു വെള്ളം എടുത്തോണ്ട് വരാൻ പറയുകയാണ്. അപ്പോഴേക്കും രമ്യ വെള്ളം എടുത്തോണ്ട് വന്ന് അർച്ചനയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നീട് അർച്ചനയുടെ അടുത്ത് മഞ്ജുവും രമ്യയും കൂടി ഇരിക്കുകയാണ്. മഞ്ജു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചിക്ക് നമ്മുടെ ശ്രീമംഗലത്തെ രജനി ചേച്ചി അറിയില്ലേ, അവർക്കിങ്ങനെ വിട്ട് തലവേദന വരുമായിരുന്നു, ഹോസ്പിറ്റലിലൊന്നും പോവാതെ സ്വയം ചികിത്സിച്ചുകൊണ്ടിരുന്നു, ഒടുവിൽ തലവേദന സഹിക്കാനാവാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോഴാണ് ബ്രെയിൻ ട്യൂമർ ആണെന്ന് അറിഞ്ഞത്, പിന്നീട് അവര് 6 മാസം മാത്രമാണ് ജീവിച്ചിരുന്നത്, ഇപ്പൊ ചേച്ചിക്ക് തലവേദനയാണെന്ന് പറഞ്ഞപ്പോ എനിക്കാകെ ടെൻഷനായി, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു സ്കാനിങ് നടത്തിയാലോ ചേച്ചി എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുമ്പോ അർച്ചന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മഞ്ജു നിന്റെ സംസാരം കേട്ടാ തോന്നുമല്ലോ എനിക്കെന്തോ മാരക രോഗം വരാൻ പോകുന്നുവെന്ന് എന്നങ്ങനെ അർച്ചന പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, ഈ മഞ്ജു ചേച്ചിക്ക് സ്നേഹം കൂടുമ്പോ പറയുന്നത് മറ്റുള്ളവര് തെറ്റിദ്ധരിക്കുമെന്ന് രമ്യ അങ്ങനെ പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ പറഞ്ഞത്, ചേച്ചിക്ക് വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊക്കെ ആരുണ്ട് രമ്യേ, ചേച്ചിയല്ലേ നമുക്കൊക്കെ ഈ വീടിന്റെ നെടുന്തൂണായിട്ടുള്ളത്, തൂണ് മറിഞ്ഞു വീഴാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എന്തായാലും നമുക്ക് തലവേദന മാറാൻ ഒരു ആവി പിടിച്ചാലോ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇപ്പൊന്നും വേണ്ട, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ രമ്യ അർച്ചനയോട് പറയുന്നുണ്ട്, ചേച്ചി മേനോൻ സാറിന്റെ വാടക വീട് കാണാൻ പുതിയൊരാള് വന്നിട്ടുണ്ട്, ദേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജാൻസിയുടെ കെയർ ഓഫിൽ പറഞ്ഞയച്ച ആളാണ്, ടാക്സി ഓടിച്ചു നടക്കുന്ന പാപ്പച്ചൻ എന്ന ആളാണ് താക്കോല് വന്ന് വാങ്ങിയിട്ട് പോയത്, അല്ലാതെ
വാടകക്കാരനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലെന്ന് രമ്യയും മഞ്ജു അങ്ങനെ പറയുമ്പോൾ അച്ഛനെ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ആ പാപ്പച്ചനെ കണ്ടാൽ അറിയായിരിക്കും. നിങ്ങൾ ആ വാടകക്കാരനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഞങ്ങൾ കണ്ടില്ല, ഇവിടെ അവര് വീട് തുറന്നു കാണാനായി നിൽക്കുകയാണെന്ന് പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് അയാൾക്ക് എന്താണ് ജോലി എന്ന്. രമ്യപ്പ പറയുന്നുണ്ട് അയാൾ എന്തോ ബിസിനസ് ചെയ്യുന്ന ആളാണ്, വേറൊന്നും അറിയില്ലെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് താക്കോല് വാങ്ങാനായി വന്ന പാപ്പച്ചൻ അയാളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ ജാൻസിയുടെ ഹസ്ബൻഡിനും നല്ല അഭിപ്രായമാണ്. അപ്പൊ പിന്നെ ആ വാടകക്കാരൻ നല്ല ആളായിരിക്കുമല്ലോ എന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇവരെല്ലാം അയാളെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ട് അതെല്ലാം അയാളെ കുറിച്ചുള്ള ശരിയായ അഭിപ്രായം ആകണമെന്നില്ലല്ലോ, അളെ നമുക്കല്ലേ കണ്ടു ബോധ്യപ്പെടേണ്ടത്. ഞാൻ എന്തായാലും അവിടെ ഒന്ന് പോയിട്ട് വരാം, അയാൾ അങ്ങനെ എനിക്കും ഒന്ന് പരിചയപ്പെടാമല്ലോ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ചേച്ചിക്ക് തലവേദനയല്ലേ, ചേച്ചി റെസ്റ്റ് എടുക്ക്, ഞാനും രമ്യയും പോയി നോക്കാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് വേണ്ട മഞ്ജു ഞാൻ തന്നെ പോവാ, വീടിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ സംസാരിക്കണമല്ലോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ മേനോൻ സാറിന്റെ വാടക വീട്ടിലേക്ക് പോവാണ്. പിന്നീട് മുകളിലത്തെ സൗകര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് പാപ്പച്ചൻ ജെയ്ക്കയോട് ചോദിക്കുന്നുണ്ട് സാറിന് എല്ലാ സൗകര്യങ്ങളും ഇഷ്ടമായോ, വീട് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജെയ്ക്ക് പറയുന്നുണ്ട് വീട് എനിക്ക് ഇഷ്ടമായി, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല വീടാണ്, നല്ല അന്തരീക്ഷമാണ് എന്നൊക്കെ പറയുമ്പോൾ പാപ്പച്ചൻ ചോദിക്കുന്നുണ്ട് സാറിന് ഈ വീട് മൊത്തത്തിൽ വിലയ്ക്ക് വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതെന്നോട് പറയണം. ഇവിടെയും പാപ്പച്ചൻ ഇടപെടാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ജെയ്ക്ക് പറയുന്നുണ്ട് ഒരിടത്തും സ്ഥിരമായി താമസിക്കാത്ത എനിക്കെന്തിനാടോ ഇങ്ങനൊരു വീട്, ഞാൻ എന്തായാലും അവരോട് ഈ വാടക വീടിനെ കുറിച്ച് സംസാരിച്ചോളൂ, എനിക്ക് ഈ വീട് ഇഷ്ടമായി എന്ന് ജെയ്ക്ക് അങ്ങനെ പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് അത് ഞാൻ ഏറ്റു സാറേ, പക്ഷെ ഇങ്ങനൊരു വലിയ വീട്ടിൽ സാറിന് തനിച്ച് താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ, എങ്കിലും സാറിന് കൈ സഹായത്തിന് ഒരാൾ വേണ്ടേ, അങ്ങനെ ഒരാൾ വേണമെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കി തരാം, അങ്ങനെ ഒരു പറ്റിയ ആൾ എൻ്റെ അടുത്തുണ്ട്, ആറൊരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ ഏർപ്പാടാക്കി തരാം, സാറിന് വിശ്വാസയോഗ്യമായ ഒരാൾ തന്നെ ആയിരിക്കും, അത് യോഗ്യവാനാണ്, സൽസ്വഭാവിയാണ്, ബ്രഹ്മചാരിയാണ്, അങ്ങനെ ഒരാളായാലോ സാറിന്റെ സ്വഭാവമെല്ലാം അറിഞ്ഞു നിൽക്കുന്ന ഒരാളാണ്, അങ്ങനെ ഒരാളെയല്ലേ സാറിന് വേണ്ടത്, അങ്ങനെ പറ്റിയ ഒരാളുണ്ട്, സാറൊന്ന് എന്നെ സൂക്ഷിച്ചു നോക്കിയേ, അതിന് പറ്റിയ ആളാണ് ഈ ഞാൻ ഫുൾ ടൈം സാറിനെ സേവിച്ചുകൊണ്ട് ഇവിടെ താമസിച്ചോളാം സാറേ, എനിക്ക് പറയത്തക്ക വിധം ആരും തന്നെ ഇല്ല, എന്റെ കാറ് സാറിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടുകയും ചെയ്യാലോ, ഉമേഷ് സാറിനെ പറ്റി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇതേ സാർ ഒരു വര വരച്ചിട്ട് പാപ്പച്ച ഇതിനപ്പുറം കടക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യില്ല, വലിയ സാഹിത്യകാരന്റെ സേവകനാവണമെന്നാണ് എന്റെ ആഗ്രഹം, എന്നെല്ലാം തനിക്ക് അവിടെ ജോലി കിട്ടാനായി പാപ്പച്ചൻ അങ്ങനെ ജെയ്ക്കയുടെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ്. ജെയ്ക്ക ഇപ്പൊ പറയുന്നുണ്ട് തന്നെ എടുക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം താൻ ഈ വാടക വീടിനെ കുറിച്ച് സംസാരിക്കേ എന്നങ്ങനെ ജെയ്ക്ക പറയുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് ശരി സാറേ എന്നെ സംസാരിക്കാം, ഞാനിപ്പോ എന്തായാലും പോയി മുകളിലത്തെ വാതിലും ജനലും എല്ലാം അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പാപ്പച്ചൻ മേലേക്ക് പോവുകയാണ്. ജെയ്ക്കയ്ക്കാണെങ്കിൽ വീട് ഇഷ്ടമായതുകൊണ്ട് തന്നെ വീടെല്ലാം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോ എടുത്ത് പുറത്തേക്ക് പോകുമ്പോഴാണ് അവിടെ അർച്ചനയെ കാണുന്നത്. അർച്ചനയാണെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് അങ്ങനെ പുതിയ വാടകക്കാരൻ വീട് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അകത്ത് ആൾ ആരാണെന്ന് അറിയില്ലല്ലോ, എന്തായാലും നല്ലൊരാളായാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ജെയ്ക്ക് പുറത്തേക്ക് വരുന്നത്. അവിടെ വെച്ച് ജെയ്ക്കയും അർച്ചനയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുകയാണ്. രണ്ടുപേരും പരസ്പരം കാണുന്നതോടെ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാപ്പച്ചനും വരികയാണ്. ആ വക്കീലിന് എന്നെ മനസ്സിലായില്ലേ, ഞാനാണ് പാപ്പച്ചൻ എന്നങ്ങനെ പാപ്പച്ചൻ പറയുമ്പോൾ ജെയ്ക്ക് അർച്ചനയോട് പറയുന്നുണ്ട് ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ വന്നതാണ്, ഭവതി എന്താണ് ഇവിടെ, ഭവതി ഇവിടെ അടുത്താണ് താമസം എന്ന് ചോദിക്കുമ്പോൾ പാപ്പച്ചൻ പറയുന്നുണ്ട് സാറിന് ഈ വക്കീലിനെ മനസ്സിലായില്ലേ, ഇത് സാറിന്റെയും മുകുന്ദൻ സാറിന്റെയും ചേച്ചിയാണിത്, അഡ്വക്കേറ്റ് അർച്ചന ദേവി എന്ന് പാപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ ജെയ്ക്ക് പറയുന്നുണ്ട് ഇവര് അഡ്വക്കേറ്റ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ അനന്തന്റെയും മുകുന്ദന്റെയും ചേച്ചിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു, സഹോദരന്മാരുടെ പൊന്നുമതിയായ ചേച്ചി താങ്കളാണല്ലേ, ഇതിനെയും മുകുന്ദനെയും പോലെയുള്ള സഹോദരന്മാരെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്, കാലത്ത് സഹോദരങ്ങൾ തമ്മിൽ എവിടെയാണ് സ്നേഹമുള്ളത്, ഉടപ്പിറപ്പുകൾ കൂടെ വളരും എല്ലാം ചെയ്യും, പക്ഷേ ഇവര് വളർന്നു വലുതാവുമ്പോൾ അടിച്ചു പിരിയും, ഇതൊക്കെയുള്ളൂ കൂടപ്പിറപ്പുകള്, പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണെന്ന് ജെയ്ക്ക് അങ്ങനെ പറയാണ്. അർച്ചനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് ജെയ്ക്ക് ചോദിക്കുന്നുണ്ട് ഭവതി എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന്. അർച്ചന അപ്പൊ പറയുന്നുണ്ട് അന്യനായ ഒരാള് ഈ വീട് നോക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, നിങ്ങളാണ് ആ മാന്യ അദ്ദേഹം എന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, നിങ്ങളെ ഞാൻ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ പാപ്പച്ചൻ ചോദിക്കുന്നുണ്ട് എല്ലാ സാറും വക്കീലും തമ്മിൽ ഇതിനു മുന്നേ പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചനയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ജെയ്ക്ക് ഇപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഇവരെ പരിചയമുണ്ട്, ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇവരുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടെന്ന് ജെയ്ക്ക് പറയാണ്. പാപ്പച്ചനപ്പ പറയുന്നുണ്ട് രണ്ടുപേർക്കും പരസ്പരം പരിചയമുള്ള സ്ഥിതിക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മേഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വീട് എന്തായാലും സാറിന് ഭയങ്കരമായി ഇഷ്ടമായി, 2 നിലയും മൊത്തമായിട്ട് വാടകയ്ക്ക് എടുക്കാൻ സാർ തയ്യാറാണ്, വാടക സാറിന് ഒരു പ്രശ്നമേ അല്ല, താമസിക്കുന്ന സ്ഥലമാണ് പ്രധാനം, ഈ വക്കീല് പറഞ്ഞാൽ മതി, അഗ്രിമെന്റ് എഴുതിക്കൊണ്ട് താക്കോല് കൈമാറാമെന്ന് പാപ്പച്ചൻ അങ്ങനെ പറയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട് ഇദ്ദേഹം വീട് കണ്ടതല്ലേ
ഉള്ളൂ. ബാക്കി കാര്യങ്ങളെല്ലാം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം, നിങ്ങളെ വിളിക്കാമെന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ മറുപടി പറയാൻ വൈകരുതെന്ന് പറഞ്ഞ് JK കാറിനടുത്തേക്ക് പോവുകയാണ്. പിന്നീട് അർച്ചനയും പാപ്പച്ചനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. പാപ്പച്ച, ഞാൻ വീട് വാടകയ്ക്ക് തന്നില്ലല്ലോ, ആ താക്കോലിങ് തന്നേ എന്ന് പറയുമ്പോൾ പാപ്പച്ചൻ അർച്ചനയ്ക്ക് ആ താക്കോല് കൊടുക്കുന്നുണ്ട്. പാപ്പച്ചന് ഈ സാധനത്തിന് എവിടെ നിന്ന് കിട്ടി? അങ്ങനെയുള്ള ആളുകളെ കിട്ടാൻ വളരെ പ്രയാസമാണ്. സമൂഹത്തിൽ വളരെ അപൂർവമായി കാണാൻ കിട്ടുന്ന പ്രത്യേകതരം ജീവികളാണ് ഇതൊക്കെ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, പാപ്പച്ചനിപ്പോ ചെല്ലേന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ JK പാപ്പച്ചനോട് ചോദിക്കുന്നുണ്ട്, ഡോ പോവല്ലേ എന്ന് ചോദിക്കുമ്പോൾ പാപ്പച്ചൻ അർച്ചനയോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. JK ആണെങ്കിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് കരിമലക്കൊടിയിൽ വെച്ചുണ്ടായ അർച്ചനയുടെ കൂടെയുള്ള സംഭവങ്ങളെല്ലാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പാപ്പച്ചൻ അപ്പോൾ JKയോട് ചോദിക്കുന്നുണ്ട്, അർച്ചന വക്കീലും സാറും തമ്മിൽ നല്ല പരിചയമാണല്ലേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ JK തിരിച്ചു ചോദിക്കുകയാണ്, ഡോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അവരെ പരിചയമുണ്ട്, കേസിന്റെ കാര്യത്തിന് ഞാൻ അവരെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു, കേസ് പക്ഷെ അവർ ഏറ്റെടുത്തില്ല, അതിന്റെ കാരണം എന്താണെന്ന് അവർക്കല്ലേ അറിയൂ, എന്നെ കുറിച്ച് അവരെന്തെങ്കിലും ചോദിച്ചോ, അവരെന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായി പറഞ്ഞോ എന്നൊക്കെ JK അങ്ങനെ ചോദിക്കുമ്പോൾ പാപ്പച്ചനാണെങ്കിൽ അർച്ചന പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്, അവര് സാറിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല, നല്ല മനുഷ്യനാണെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പാപ്പച്ചൻ അങ്ങനെ പറയാണ്. JK ഇപ്പൊ പറയുന്നുണ്ട്, അവരെന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ, അങ്ങനെ പറയാൻ ഒരു ചാൻസും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ പാപ്പച്ചനാണെങ്കിൽ JKയെ കുറിച്ച് അർച്ചന പറഞ്ഞതെല്ലാം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് JKയോട് പറയുന്നുണ്ട്, സാറ് വിഷമിക്കണ്ട, ആ വീട് നമുക്ക് തന്നെ വാടകയ്ക്ക് എടുക്കാം, സമയത്ത് സാറിനെ കൈവിട്ട് കളയരുത് എന്നൊക്കെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, ആദ്യം ആ വീട് വാടകയ്ക്ക് കിട്ടട്ടെ, എന്നിട്ട് തന്നെ പരിഗണിക്കാമെന്ന് പറയാണ്. പിന്നീട് വൈകുന്നേരം ജോലി കഴിഞ്ഞ് അനന്തൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോഴാണ് പാപ്പച്ചൻ അനന്തന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അനന്തൻ സാറേ, ഞാൻ പാപ്പച്ചനാണ്, വാടകക്കാരനെ കൊണ്ടുവന്ന് മേനോൻ സാറിന്റെ വീട് ഞാൻ കാണിച്ചു കൊടുത്തു, അയാൾക്ക് വീട് നല്ലോണം ഇഷ്ടമായി, ആ വാടക പാർട്ടിക്ക് ഇപ്പൊ ആ വീട് മാത്രം മതിയെന്നാണ് പറയുന്നത്, വാടകയൊന്നും ആ സാറിന് ഒരു പ്രശ്നമേ അല്ല, സാറിന് വീട് ഇഷ്ടമായ സ്ഥിതിക്ക് നിങ്ങൾ കുറച്ച് വാടക കൂട്ടിക്കോളൂ, ചോദിക്കുന്ന വാടക തന്ന് ആ സാറ് തന്നെ ആ വീട് എടുത്തോളും, നിങ്ങളുടെ ചേച്ചി എന്തെങ്കിലും മറുപടി പറഞ്ഞോ, പിന്നീട് അഭിപ്രായം പറയാമെന്നാണ് പറഞ്ഞത് എന്നങ്ങനെ പാപ്പച്ചൻ പറയുമ്പോൾ അനന്തൻ പറയുന്നുണ്ട്, ഞാൻ ഓഫീസിൽ നിന്ന് വീടെത്തിയതേ ഉള്ളൂ, ചേച്ചിയെ കണ്ട് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ട് ഞാൻ പറയാമെന്ന് അനന്തൻ അങ്ങനെ പറയാണ്. പാപ്പച്ചനപ്പ പറയുന്നുണ്ട്, ഇവിടെ ചേച്ചിയും ആ സാറും തമ്മിൽ വാടക വീട്ടിൽ വെച്ച് കണ്ടായിരുന്നു, ഇത് തമ്മിൽ നല്ല മുൻപരിചയമുണ്ടെന്ന് പാപ്പച്ചൻ അങ്ങനെ പറയുമ്പോൾ അനന്തൻ ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് പരിചയമുള്ള ആളാണോ? അങ്ങനെ ചേച്ചിക്ക് പരിചയമുള്ള ആളാണെങ്കിൽ പ്രശ്നമില്ല, ഇതിന്റെ കാര്യം നമുക്ക് ശരിയാക്കാം, ഞാൻ എന്തായാലും ചേച്ചിയോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തൻ ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് അർച്ചനയാണെങ്കിൽ ഫോണിൽ ആരെയോ വിളിക്കാൻ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് എല്ലാവരും തന്നെ വരുന്നത്. അനന്തൻ എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, മേനോൻ സാറിന്റെ വീട് കാണാൻ ഒരാൾ വന്നിരുന്നുവല്ലേ, ചേച്ചിക്ക് അയാളെ മുന്നേ പരിചയമുണ്ടെന്നാണല്ലോ പറഞ്ഞത്, ചേച്ചിക്ക് അയാളെ അറിയുമോ, എങ്ങനെയാണ് അറിയാ എന്നൊക്കെ പരസ്പരം അവരങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അർച്ചനയോട്. അർച്ചനയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.